നമസ്കാരം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ സാമുദായിക സ്പർദ്ധ വളർത്തുന്ന സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നു. LDF പോലീസിൽ പരാതി നൽകി. LDF മണ്ഡലം സെക്രട്ടറി VM ഷൗക്കത്താണ് പോലീസിൽ പരാതി നൽകിയത്. സാമുദായിക വിഭാഗങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ സ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയാണെന്നാണ് പരാതിയിൽ പറയുന്നത്. സമാധാനപരമായി നടക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇതിലൂടെ നടത്തുന്നതെന്നും ഇതിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും LDF പരാതിയിൽ പറഞ്ഞു. വയനാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയ വ്യാജ ഡോക്ടർ പിടിയിൽ. പേരാമ്പ്ര മുതുക്കാട് സ്വദേശി മൂലിയിൽ ജോബിനാണ് അറസ്റ്റിലായത്. വയനാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർ എന്ന വ്യാജേന ചികിത്സ നടത്തുകയായിരുന്നു യുവാവ്. സംഭവത്തിൽ പരാതി ലഭിച്ചതോടെ അമ്പലവയൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഒളിവിൽ പോയ പ്രതിയെ പേരാമ്പ്ര കല്ലോട് വാടക വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പേരാമ്പ്രയിലും പരിസര പ്രദേശങ്ങളിലും വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ജോബിൻ നേഴ്സായി ജോലി ചെയ്തിട്ടുണ്ട്. ഈ അനുഭവ സമ്പത്ത് കൈമുതലാക്കിയാണ് പ്രതി രോഗികളെ ചികിത്സിച്ചിരുന്നത്. ഇയാൾ വ്യാജരേഖ ചമച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ബസ്സുകൾ കൂട്ടിയിടിച്ച് 85 പേർക്ക് പരിക്ക്, 61 പേർ ആശുപത്രിയിൽ. വയനാട് കാട്ടിക്കുളത്ത് സ്വകാര്യ ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച് 85 പേർക്ക് പരിക്ക്. രാവിലെ 9 മണിയോടെയാണ് അപകടം. മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലിയിലേക്ക് പോകുന്ന സ്വകാര്യ ബസ്സും തിരുനെല്ലി ഭാഗത്ത് നിന്ന് മാനന്തവാടിയിലേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സുമാണ് കാട്ടിക്കുളം പോലീസ് എയ്ഡ് പോസ്റ്റിന് സമീപം കൂട്ടിയിടിച്ചത്. 12 പേരെ കാട്ടിക്കുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും 30ഓളം പേരെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. ടീപോയ് ഗ്ലാസ് പൊട്ടിവീണ് ദേഹത്ത് കുത്തിക്കേറി 5 വയസ്സുകാരൻ മരിച്ചു. കുമ്പളം സ്വദേശികളായ സുനീഷ് റൂബി ദമ്പതികളുടെ മകൻ എയ്തൻ ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് സംഭവമുണ്ടായത്. ചോര വാർന്നു കിടന്ന കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്മ കുളിക്കുന്ന സമയത്താണ് അപകടമുണ്ടായത്. ടീപ്പോയുടെ മുകളിലിട്ട ഗ്ലാസ് തുടയിൽ കുത്തിക്കേറുകയായിരുന്നു. ചോര വാർന്നാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം. അമ്മ കുളിച്ച് പുറത്തേക്ക് വന്നപ്പോഴാണ് ചോര വാർന്നു കിടക്കുന്ന എയ്തനെ കണ്ടെത്തിയത്. ടീപ്പോയ് നീക്കിയിട്ട് വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോഴാകാം അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം എയർ ഇന്ത്യൻ വിമാനം തകർന്നു വീണു. വിമാനത്തിൽ 242 യാത്രക്കാർ. എല്ലാ എമർജൻസി യൂണിറ്റുകളും സ്ഥലത്തെത്തി. സ്ഥലത്ത് നിന്ന് വലിയ രീതിയിൽ പുകയും ഉയരുന്നുണ്ട്. ഇന്നുച്ചയ്ക്ക് 1:30ഓടെയാണ് സംഭവം. വിമാനത്തിൽ 242 യാത്രക്കാരുണ്ടെന്ന് സ്ഥിരീകരിച്ചു. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് ടേക്ക് ഓഫിനിടെ തകർന്നു വീണത്. ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മരത്തിലിടിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ വിവരങ്ങൾ ഔദ്യോഗികമല്ല. അപകടത്തിന്റെ തീവ്രത വ്യക്തമായിട്ടില്ല. അഹമ്മദാബാദിലെ മീഖാനി മേഖലയിലാണ് വിമാനം തകർന്നു വീണത്. ബോയിംഗ് ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്.